ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ KSRTC കഴിഞ്ഞ വർഷം നടത്തിയിരുന്ന നാലമ്പല ദർശനം വളരെ ഹിറ്റായ ഒരു പാക്കേജ് ആയിരുന്നു. നാലമ്പല ദർശനം KSRTCയുടെ ബഡ്ജറ്റ് ടൂർ സെല്ലിൽ നടത്തിയ നാലമ്പല ദർശന പാക്കേജ് പോയിട്ടുള്ളവർക്കറിയാം. നമുക്ക് വളരെയധികം ഫെസിലിറ്റീസ് KSRTC പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പോകുന്നതിനേക്കാളും ഒരുപാട് പെട്ടെന്ന് നമുക്ക് ദർശനം കഴിഞ്ഞ് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാലമ്പല ദർശനത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് എല്ലാ കർക്കിടക മാസത്തിലുമാണ് നാലമ്പല ദർശനം വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക മാസം വരെയാണല്ലോ, ഇപ്പം അടുത്ത മാസം കർക്കിടകമാവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നാലമ്പലം മെയിനായിട്ട് 4 ജില്ലകൾ നാലമ്പല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. 4 ജില്ലകളെന്ന് പറയുമ്പോൾ ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ നാലമ്പലങ്ങളുണ്ട്, കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട്. അങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ട് നാലമ്പല ദർശനം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ത്രേതായുഗത്തിലെ വൈഷ്ണവിൻ്റെ അവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ കുടിയിരിക്കുന്ന 4 അമ്പലങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു രാമായണ മാസ തീർത്ഥാടന യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്, KSRTC പ്ലാൻ ചെയ്യുന്നത്. അപ്പം രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമായിട്ടാണ് നാലമ്പല ദർശനത്തിന് കണക്കാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അപ്പം മെയിനായിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ള നാലമ്പലങ്ങളാണ് കഴിഞ്ഞ വർഷം KSRTC ഫോക്കസ് ചെയ്തിരുന്നത്. ഈ 4 സ്ഥലങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലുണ്ട്, കോട്ടയത്തുണ്ട്, എറണാകുളത്തുണ്ട്, മലപ്പുറമുണ്ട്. പക്ഷേ KSRTC കഴിഞ്ഞ തവണ ഫോക്കസ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങളാണ്. കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളും ഉണ്ടായിരുന്നു, കുറേ ട്രിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. തൃശ്ശൂരിൽ 4 അമ്പലങ്ങളെന്ന് പറയുന്നത് 1 തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്, 2 ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, 3 തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, 4 പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം. അപ്പം ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ പോകുമ്പോൾ എർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റിൽ തിരിച്ചിട്ട് അവിടെ വെളുപ്പിന് എത്തിച്ചേർന്ന് നൈറ്റിൽ തിരിക്കും. എന്നിട്ട് വെളുപ്പിനെ അവിടെ എത്തിച്ചേർന്ന് ഒരു 2 മണി, വെളുപ്പിന് ഒരു 2 മണിയോട് കൂടിയൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ട് അവിടുന്ന് ഒരു ഫ്രഷപ്പ് കൂടി എടുത്തിട്ട് ഈ നാലമ്പല ദർശനത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന രീതിയിലാണ് കഴിഞ്ഞ തവണയൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ തൃപ്രയാർ സ്ഥിതി ചെയ്യുന്നത് കുടിയിരുത്തിയിരിക്കുന്ന ശ്രീരാമസ്വാമിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം പോകുന്നത് തൃപ്രയാറായിരിക്കും. അത് കഴിഞ്ഞ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം പോവും. അത് ചാലക്കുടിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, 4ാമതായിട്ട് പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ നട തുറക്കുന്ന സമയങ്ങളൂടി പറയാം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 9:30 നട തുറക്കും. രാവിലെ 3:30 നട തുറക്കും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ രാവിലെ 3:30 അവിടെയും നട തുറക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണെങ്കിൽ 4:30 നട തുറക്കുന്നത്. പിന്നെ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രമാണെങ്കിൽ വൈകുന്നേരം 5 മണിക്കാണ്. പിന്നെ വൈകുന്നേര സമയങ്ങളിലും ഉണ്ട്. തൃപ്രയാർ വൈകുന്നേരം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ 3 മണിക്ക് തുറന്നിട്ട് രാവിലെ 7:30 മുതൽ 10:30 വരെ പൂജയ്ക്ക് നട അടയ്ക്കാറില്ല, പൂജ സമയമാണ്. പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കും തൃപ്രയാറിൽ. ഇരിങ്ങാലക്കുട ആകുമ്പോഴത്തേക്ക് രാവിലെ വെളുപ്പിന് 3:30 നട തുറക്കും, ഉച്ചയ്ക്ക് 11 മണിക്ക് അടയ്ക്കും. മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നട അടയ്ക്കും. പിന്നെ പായമ്മൽ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ 5 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 1:30 നട അടയ്ക്കും.
അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ സമയക്രമം വരുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ നമ്മുടെ നാലമ്പല ക്ഷേത്ര ദർശനമായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ KSRTC ഈ വർഷത്തെ നാലമ്പല ദർശന പാക്കേജുകൾ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് ഞാൻ കൂടുതൽ വിവരങ്ങൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല, ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു യാത്രയിൽ പ്രതീക്ഷിക്കണം. കാര്യം ഒരുപാട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസപ്പെടുത്തിയുള്ള യാത്രകൾ, കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയുള്ള യാത്രകളാണ് KSRTC പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ സമയക്രമത്തിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ നാലമ്പല ദർശനത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതുകൂടാതെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനമുണ്ട്. അത് യൂഷ്വലി നാലമ്പല ക്ഷേത്രം ദർശനം കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നാലമ്പല ക്ഷേത്ര ദർശനം ഈ പറഞ്ഞ കർക്കിടക മാസത്തിലാണ് നാലമ്പല ദർശനം വരുന്നത്. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ടൈമായി വരുന്നു. നെക്സ്റ്റ് മന്തിൽ ആയിരിക്കും അതിൻ്റെ പ്ലാൻസ് എല്ലാം വരുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ KSRTC അതിൻ്റെ ബ്രൗഷേഴ്സും കാര്യങ്ങളെല്ലാം റോൾ ഔട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻ ഉടനെ തന്നെ ഈ ഗ്രൂപ്പിലും ഈ വാട്സപ്പിനകത്ത് ഈ യൂട്യൂബ് ചാനലിലും ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് KSRTC നടത്തുന്ന മറ്റുള്ള വീഡിയോസ്, അതായത് ഈ ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ വീണ്ടും ഒരുപാട് വീഡിയോസ് KSRTC ഇപ്പോൾ നടത്തുന്നുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വളരെ ബഡ്ജറ്റഡ് ആയിട്ട് സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റിയ ട്രാവൽസ് KSRTC പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കൂടാതെ പുതിയ വീഡിയോസ് ഞാൻ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മെയിൻ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് ഗവി, ഇപ്പം ഇതല്ലാതെ ക്ഷേത്ര ദർശനം അല്ലാതെ ചെയ്യുന്ന മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഗവിയുണ്ട്, മൂന്നാറുണ്ട്, വാഗമണ്ണുണ്ട്, കുമരകമുണ്ട്, മൺട്രോത്തുരുത്തുണ്ട്, ട്രിവാൻഡ്രത്ത് എല്ലാ സ്ഥലങ്ങളും, പൊന്മുടി, നെല്ലിയാമ്പതി, വയനാട്, ഈ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലേക്കും, പിന്നെ കൂടാതെ ഊട്ടിയിലേക്ക് ഇപ്പോൾ ട്രയൽ സർവീസ് KSRTC ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.